ഹായ് ഫ്രണ്ട്സ്, LBSന്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 24/9/2024 ഇന്ന് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 24/9/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഇന്നലെ 23/9/2024 കൊടുത്തിരിക്കുന്ന വേക്കൻസി ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ്സിനകത്ത് നമുക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം ആദ്യം തന്നെ അവർ കുറച്ച് എലാബറേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോട്ട വൈസ് നമുക്ക് ഷോർട്ട് ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എലാബറേഷൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. EWS എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. SM സ്റ്റേറ്റ് മെറിറ്റ് ആണ് വരുന്നത്. EZ ഈഴവയാണ്. MU മുസ്ലിം, BH ബാക്ക്വേർഡ് ഹിന്ദു, LC ലാറ്റിൻ കാത്തലിക്, PD persons with disabilities, VK വിശ്വകർമ്മ, SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC ഷെഡ്യൂൾഡ് ട്രൈബ്, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KN കുശവൻ, KU കുടുംബി, MG മാനേജ്മെന്റ് കോട്ടയാണ്, MQ മൈനോറിറ്റി കോട്ട, NRI കോട്ടയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി വൈസ് അല്ലെങ്കിൽ കോട്ട വൈസ് നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് ഓരോ കോളേജിൻ്റെതും അത് ഓരോ കോഴ്സിനകത്ത് എത്രത്തോളം വരുന്നുണ്ടെന്ന് അവർ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് BSc നഴ്സിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോളേജസിനകത്ത് കോട്ട വൈസ് എത്രത്തോളം വേക്കൻസി സീറ്റ്സ് നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരമായിരിക്കും ഇനി പബ്ലിഷ് ചെയ്യുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻസ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി ആ ഒരു ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതല്ല 1, 2, 3 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് അവർ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അവർക്ക് പുതുതായിട്ട് വേറൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അവർക്ക് ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് സീറ്റ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കറന്റ് ലഭിച്ച കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ തുടർന്നുള്ള ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിലും പരിഗണിക്കുന്നതല്ല. ലഭിച്ച സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നതുമായിരിക്കും. ഇത് കൂടാതെ ഈ ഒരു സീറ്റിൽ അഡ്മിഷൻ ഇപ്പം കറന്റ് നമുക്കൊരു കോളേജിൽ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റുകളിലും പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ അവർ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം തീർച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറന്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിൽ നിന്നും നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്നുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം ചില കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിലും പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുത്തുകൊണ്ട് അവിടെ തന്നെ തുടർന്ന് പഠനം നടത്താനുള്ളതായിട്ട് തയ്യാറെടുക്കണമെന്നാണ് ഈ ഒരു LBSന്റെ സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രകാരം നോട്ടിഫിക്കേഷനകത്ത് അവർ പറയുന്നത്. സോ LBSനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് വിക എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുകൂടാതെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.